വ്യത്യസ്തമായ കാസർഗോഡൻ കാഴ്ചകളിലേക്ക് ഏവർക്കും ആർദ്രവുമായ സ്വാഗതം. ചില യാത്രകൾ അങ്ങനെയാണ്. യാത്രകളിലെ പച്ചപ്പ് പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചു കയറും. പച്ചപ്പ് നിറഞ്ഞ സന്തോഷം നിറഞ്ഞ മനസ്സുമായി നാം വീട്ടിലേക്ക് മടങ്ങിയെത്തും. പിന്നെ കുറേ ദിവസങ്ങളോളം കാണുന്ന കാഴ്ചകളിൽ ആ പച്ചപ്പ് തത്തിക്കളിക്കും. നാം തന്നെ പച്ചപ്പിൻ്റെ ഒരു ഒറ്റ തുരുത്തായങ്ങ് മാറും. അങ്ങനെ ഒരു കാഴ്ചയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടുള്ള ഫാം പത്തായപ്പുരയെ പറ്റിയാണ് ഞാൻ ഇന്ന്. അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് തുറന്നു കാണിക്കുന്നത്. ഇതൊരാളുടെ സ്വപ്നത്തിൻ്റെ ഫലമാണ്, അധ്വാനത്തിൻ്റെയും വീർപ്പിൻ്റെയും ഫലമാണ്. കാഞ്ഞങ്ങാടുള്ള വിജയൻ സാർ എന്നയാളുടെ സ്വപ്നം. ആ സ്വപ്നത്തിൽ നിന്നാണ് ഇതുപോലൊരു ഫാം ഹൗസ് ഉരുത്തിരിയുന്നത്. ഫാം പത്തായപ്പുര ഒരു പച്ചപ്പിൻ്റെ ആലയമാണ്. പച്ചക്കറികളും പഴങ്ങളും നിറഞ്ഞ തോട്ടങ്ങൾ, മീൻകുളം, അതുപോലെ എവിടെ നോക്കിയാലും പച്ചപ്പുല്ലുകൾ വിരിഞ്ഞു നിൽക്കുന്ന മൈതാനങ്ങൾ, തണൽ നൽകുന്ന വൃക്ഷങ്ങൾ, ഇതെല്ലാം ചേർന്ന് ഫാം പത്തായപ്പുര ഒരു പച്ചപ്പിൻ്റെ പുതിയ ലോകം തന്നെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരുന്നു. ഇവിടെ ജീവിതം ഒരു ആഘോഷമാണ്. പക്ഷികളുടെ പാട്ടുകൾ, ചിത്രശലഭങ്ങളുടെ നൃത്തം, കാറ്റിൻ്റെ മന്ദമായ സ്പർശം, ഇതൊക്കെ ചേർന്ന് ഒരു സമാധാന അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നു. നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമാധാനത്തിൻ്റെ താവളമാണ്. നമുക്ക് സ്വയം മറന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാം. ഈ ഫാമിനുള്ളിലെ ഹോം സ്റ്റേകൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. മിയാവാക്കി വനത്തിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ചിതൽപ്പുറ്റ് പോലെ തോന്നിക്കുന്ന അതിമനോഹരമായ ഹോം സ്റ്റേ. പലതരത്തിലുള്ള 5ഓളം ഹോം സ്റ്റേകൾ ഈ സ്ഥലത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. മായമില്ലാത്ത ഭക്ഷണം കഴിക്കുക, അതിനൊപ്പം ജീവിക്കുക, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക, ഇതായിരുന്നു വിജയൻ സാറിൻ്റെ ഒരു ആശയം. ആ ആശയത്തിൽ നിന്നാണ് ഈ ഫാം ഹൗസ് ഉരുത്തിരിഞ്ഞത്. 50ഓളം വെറൈറ്റി ഫ്രൂട്ട്സ്, ആടു വളർത്തൽ, കോഴി വളർത്തൽ, ഗോശാല, മീൻ വളർത്തൽ, കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഗ്രൗണ്ട്, വലിയവർക്കുള്ള വ്യത്യസ്തമായ എൻ്റർടൈൻമെൻറ്റ്, 200ഓളം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരു ഓഡിറ്റോറിയം.
30 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് വിജയൻ സാറ് ഈ ഫാം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. തെങ്ങ്, കവുങ്ങ്, റബ്ബർ, അതുപോലെ തന്നെ എല്ലാ ഇനത്തിൽപ്പെട്ട ജാക്ക് ഫ്രൂട്ട്സ്, പ്ലാവുകളും വലിയ ഒരു ശേഖരം തന്നെ. എല്ലാ ഇനത്തിൽപ്പെട്ട പ്ലാവുകളും ഈ സ്ഥലത്ത് വളരെ മനോഹരമായി കൃഷി ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മാവ്, പല വെറൈറ്റി മാവുകൾ, മിയാവാക്കി വനം, അതുപോലെ മീൻകുളങ്ങൾ. ഇത് മഴമറ കൃഷിയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പത്മതീർത്ഥക്കുളം. ഇവിടെ താമസിക്കുന്നവർക്ക് ഈ കുളത്തിൽ മുങ്ങിക്കുളിച്ച് വളരെ ഫ്രഷാകാൻ സാധിക്കും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ കുളം. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ചില ബാല്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ കുളത്തിൽ ഒന്ന് മുങ്ങിക്കുളിച്ചാൽ നമ്മുടെ പഴയ കാല ഓർമ്മകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിലിതാ വലിയവർക്ക് വേണ്ടി അഡ്വഞ്ചർ ആക്ടിവിറ്റി, അതായത് മൾട്ടി ടവർ ആക്ടിവിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ വലിയ കുളത്തിന് മുകളിൽ കൂടി 3 ടവർ സജ്ജീകരിച്ച് ആ ടവറിൽ കൂടി സഞ്ചരിക്കുന്ന ഓരോ പാതയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ യുവാക്കളും ചെറുപ്പക്കാരുമായ ആൾക്കാർ ധാരാളം വളരെ നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടി വലിയൊരു പ്ലേ ഗ്രൗണ്ട് തന്നെ വളരെ മനോഹരമായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രയൊക്കെ ചെയ്ത് നടന്ന് ക്ഷീണിക്കുമ്പോൾ, നമുക്ക് ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ സർബത്ത്, അതുപോലെ തന്നെ മോര്, അതുപോലെ കൂൾ ഡ്രിങ്ക്സും ഒക്കെ ലഭിക്കുന്ന ഒരു മിൽമയുടെ ഒരു ചെറിയ സ്റ്റാളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ അഡ്വഞ്ചർ പാർക്കിലെ പ്രധാന ഐറ്റംസ് ഗ്ലാസ് ബ്രിഡ്ജ്, ചിൽഡ്രൻസ് പാർക്ക്, ഫ്രൂട്ട് ഫോറസ്റ്റ്, അതുപോലെ മിയാവാക്കി ഫോറസ്റ്റ്, അഡ്വഞ്ചർ കേവ്, എനിക്ക് വളരെ ഇഷ്ടമായ ലവേഴ്സ് കോർണർ, ബോട്ടിംഗ്, ഫാമിലി സിംഗ്, വെജിറ്റബിൾ പ്ലാന്റ്സ്, 200ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം, ഗോട്ട് ഫാം, കൗ ഫാം, ഡക്ക് ഫാം, വലിയ മീൻ കുളങ്ങൾ എല്ലാം വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു.
ഇവിടുത്തെ പ്രവേശന ഫീസ് 100 രൂപയാണ് ഒരാൾക്ക്. മറ്റ് അഡ്വഞ്ചർ ഐറ്റംസിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 100 രൂപയും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. വളരെ നല്ല രീതിയിലുള്ള സർവീസാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഗൈഡ് ഉണ്ടാകും. എല്ലാം അവർ വിശദമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. ഞാൻ ചെന്നപ്പോൾ മുതൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എബിൻ എന്ന് പറയുന്ന ഒരു വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നടന്ന് വന്ന് എല്ലാം കാണിച്ചു തരികയും വളരെ വിശദമായിട്ട് എല്ലാം നല്ല രീതിയിൽ നമ്മളോട് ഇടപെടുകയും ചെയ്തു. വളരെ നല്ല സർവീസാണ് ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഇവിടെ നല്ല ഫ്രൂട്ട് പ്രോസസ്സിങ് യൂണിറ്റ് തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങൾ ഡ്രൈ ചെയ്തെടുത്ത് ഇവിടെ തന്നെ വിപണനം ചെയ്യുന്നുണ്ട്. എല്ലാ ഫ്രൂട്ട്സും വളരെ മനോഹരമായ ഒരു പഴത്തോട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ വളരെ നല്ല രീതിയിലുള്ള കൃഷി, നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാ ഫലവൃക്ഷങ്ങളും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, എല്ലാ വിധത്തിലുള്ള ചക്കകൾ, പ്ലാവ് ഐറ്റംസും ഇവിടെ തോട്ടമായി തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫ്രൂട്ടെല്ലാം പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് തന്നെ അവിടെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ ദൂരത്തിൽ കാരാക്കോട് എന്ന സ്ഥലത്താണ് ഈ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഒരു വലിയ മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി വിഷമില്ലാത്ത, അതായത് വിഷമയമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം ഒരിക്കലും അവിടെ പോയി സഹകരിച്ച് കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യണം. ജീവിതമെന്ന യാത്ര വളരെ ചെറുതാണ്. വലിയ യാത്രകൾ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. എങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു യാത്രകൾ നമ്മൾ കുടുംബത്തോടൊപ്പം പോവുകയും ആസ്വദിക്കുകയും ചെയ്യണം. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് ഗ്ലാസ് ബ്രിഡ്ജ്. വളരെ മനോഹരമായ ഒരു അനുഭൂതി നൽകുന്ന ഒരു സ്ഥലമായ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ഹോം സ്റ്റേ ഉണ്ട്. 30 ഏക്കറോളം വരുന്ന ഈ ഫാം മുഴുവനും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. പത്തായപ്പുര എന്ന വാക്ക് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത് പ്രകൃതിയോട് ചേർന്ന് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാം പത്തായപ്പുര ഒരു സ്വർഗം തന്നെയാണ്. പച്ചപ്പിൻ്റെ ലോകത്ത് നടക്കുക, ശുദ്ധവായു ശ്വസിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടേക്ക് വരിക. യാത്രകൾ അവസാനിക്കുന്നില്ല. ഓരോ യാത്രയുടെ അവസാനവും അടുത്ത യാത്രയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. എൻ്റെ മുമ്പോട്ടുള്ള ഓരോ യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.